ബാക്കിൽ ലാബ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് സോൾട്ട് ക്രിസ്റ്റൽസ്. അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് സോൾട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. നമുക്ക് കെമിക്കലൊന്നും അല്ല, ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയാം. ഇതിന് നിങ്ങൾക്ക് കാണിച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഏതാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ഉപ്പ്, സോൾട്ട്. പിന്നെ നമുക്ക് വെള്ളം വേണം. പിന്നെ ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി ഞാൻ അവിടെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് കെട്ടിയിട്ടേക്കാണ്. പിന്നെ ഒരു നട്ടിട്ടിട്ട് അവിടെ വെയിറ്റിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇത് നന്നായി മുങ്ങി കിടന്നോളൂ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ പകരം വേണമെങ്കിൽ നമുക്ക് മരത്തടി എന്തെങ്കിലും വെച്ചാൽ മതി. ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനം നമുക്ക് വെച്ചാൽ മതി. പിന്നെ ഒരു നൂല് വേറെ, പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്കാണ്, കളറ് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇങ്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ ആരാടി വന്നിട്ടുണ്ട്. നമ്മുടെ ആരാടി ഇപ്പോൾ ക്യാമറമാൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗോപ്രോ ആരാടി ആട്ടം പിടിക്കാം. പിന്നെ നിങ്ങൾക്ക് നേരെ എന്നെയും കാണാം, ആരാടിയും കാണാം, പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസും കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളം അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കണം. നമ്മുടെ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കാം ആദ്യം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂൺ ഉപ്പ് ഇട്ടു ഈ വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇത് എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആവാൻ വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം ഫുള്ളായിട്ട് നമ്മളെ മിക്സ് ആയിട്ടുണ്ട് ഇതിൽ ഉപ്പ്. അപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് താഴെ കാറുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട്. അപ്പോൾ നമ്മൾ ഒരു വേറൊരു നൂല് വെച്ചാൽ നമ്മൾ ഇങ്കിലേക്ക് ഒന്നും ഇത് നോക്കാണ്. ജസ്റ്റ് തിരക്കി മതി, നമുക്ക് പതുക്കെ ഇതെടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് കളറാക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്ക് നമ്മളിപ്പോൾ കടിക്കാൻ വെള്ളം നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് ബോയിൽ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഈ സാധനമില്ലേ, നമ്മൾ നേരത്തെ കാണിച്ചത് അത് നമ്മൾ ഇവിടെ നേരെ ഇങ്ങനെ വയ്ക്കും. ഇതിൻ്റെ നേരെ നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് റാപ്പർ, അത് നമ്മൾ നേരെ ഇവിടെ ഇതിൽ മൂടും. പ്ലാസ്റ്റിക് റാപ്പർ നമ്മൾ മൂടും. ഇതൊന്നും ഈ ഗ്ലാസ് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരിക്കലും നമ്മൾ ഒരു ഡാർക്ക് സ്പേസിലാണ് വെക്കുന്നത്. ബൈ. അപ്പോൾ ഇന്ന് 6th മാർച്ചാണ്. നിങ്ങൾ കാലത്ത് ഇപ്പോൾ ഏപ്രിൽ മെയിലൊക്കെ ആയിരിക്കും. 2 മാസം നമ്മൾ സോൾട്ട് ക്രിസ്റ്റൽ വയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് സോൾട്ട് ക്രിസ്റ്റൽസ് എന്തായാലും നമുക്കിനി വരാൻ പോകുന്ന നാളത്തെ വീഡിയോയിൽ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഏപ്രിൽ മെയ് ആണല്ലോ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നമ്മളത് ഇതെന്തായിരിക്കും സോൾട്ട് ക്രിസ്റ്റൽ ഉണ്ടായോന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.